ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പയറും കൊണ്ടൊരു തോരനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പയർ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സബോളയും പിന്നെ 2-3 പച്ചമുളകും കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് സബോളയും പച്ചമുളകും തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നേരം മൂപ്പിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങൻ്റെയും പച്ചമുളകിൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റണം. ഇതെല്ലാം വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കരിച്ച് വെക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് വഴറ്റി അങ്ങനെ കരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പയറുണ്ടല്ലോ, അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഓയിൽ കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പയറൊക്കെ നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ.